കോഴിക്കോട് 7 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടെ കൊലപാതക കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. ഇന്നലെ ഹൈക്കോടതി പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദീപിക അന്തർജനം എന്നിവർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് നടക്കാവ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ശിക്ഷാവിധി എന്ത് എന്നുള്ളതിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇതുൾപ്പെടെയുള്ള വിവരങ്ങളിലേക്ക്. ആര്യ, 2013 ഏപ്രിൽ 29-നാണ് ഈ 7 വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂരിയുടെ കൊലപാതകം സംഭവിക്കുന്നത്. 2 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒന്ന് ഈ കുട്ടിയുടെ പിതാവ് തന്നെയാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അതുപോലെ തന്നെ കുട്ടിയുടെ ഇയാളുടെ രണ്ടാം ഭാര്യ റംല ബീബി എന്ന് വിളിക്കുന്ന ദേവകി അന്തർജനം. ഈ 2 പേരാണ് ഈ കേസിൽ പ്രതികൾ. ഈ 2 പേരും കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കുട്ടി മരിക്കുന്നത്. തുടർച്ചയായ പീഡനമായിരുന്നു കുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. ഈ സഹോദരന്റെ മൊഴിയാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. അതായത് ശാരീരികമായി കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുക, മരക്കഷ്ണം കൊണ്ടും കൈകൾ കൊണ്ടും അടിക്കുക, മർദ്ദിക്കുക, മതിയായ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുക, ദിവസങ്ങളോളം സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുക, സ്കൂളിൽ അന്വേഷിച്ചാൽ കുട്ടിയോട് കുട്ടിയെ പറഞ്ഞ് ഏൽപ്പിച്ചത് വേദം പഠിക്കാൻ പോയി, അതുകൊണ്ടാണ് സ്കൂളിൽ വരാത്തത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ 2013 ഈ കുട്ടി മരിക്കുന്നത്. ഇതിനുശേഷം ഈ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. അത് മാത്രമല്ല, കുട്ടിയെ ഉപദ്രവിച്ചടക്കം നിരവധി കേസുകൾ നടക്കാവ് പോലീസ് ചുമത്തി. എന്നാൽ വിചാരണ കോടതിയിൽ ഈ കൊലപാതക കുറ്റം തെളിയിക്കാനായില്ല. വിചാരണ കോടതി ഈ കൊലപാതക കുറ്റം തള്ളി. ഇതിനെ തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും കേസ് ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തുന്നതും. ഇന്ന് ഈ കേസിൽ തുടർന്ന് ഈ 2 പ്രതികളും കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും വിധിക്കുകയുമായിരുന്നു. ഇന്ന് ഇവരുടെ ശിക്ഷാവിധിയാണ്. ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഇന്ന് വിധി പറയുന്നത്. ആര്യ.